ഡിസ്കഷൻ ആരംഭിക്കേണ്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിലേക്ക് വരുന്നതിന് മുമ്പ് മാഷിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രധാനമായിട്ടും കഴിഞ്ഞൊരു 5 വർഷമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയം അല്ലെങ്കിൽ CPM-ൻ്റെ നയപരിപാടികളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാഷ് പറയുന്ന 3 വാക്കുകൾ, ഒന്ന് നോളജാണ്, 2 തൊഴിലാണ്, 3 അതിനപ്പുറത്തേക്ക് ഹാപ്പിനെസ്സാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് മാഷിൻ്റെ നിരന്തരമായിട്ടുള്ള സംസാരം നടക്കുന്നതായി കാണുന്നത്. ഈ 3 തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? ഇത് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു റെലവൻസ് എന്താണ് ഈ 3 വാക്കുകളിലേക്ക് മാഷ് ഒരുപാട് ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം? സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന ലോകത്തിപ്പോഴും ഏതാണ്ട് ഇൻഡെക്സ് വെച്ച് കണക്കാക്കി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം സ്ഥാനത്തുള്ള രാജ്യം, 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇങ്ങനെ കണക്കാക്കി വന്നപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞ വർഷം 125 സ്ഥാനം. നേപ്പാളിലും പിന്നിലാണ് നമ്മൾ. തൊട്ടടുത്ത രാജ്യങ്ങൾക്കെല്ലാം പിന്നിലാണ് ഇന്ത്യ. ഇപ്പോൾ 126. ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇന്ത്യയുടെ സമീപകാലത്തൊന്നും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒരു 100ാമത്തെ രാജ്യമാവാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ ആ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഓരോ കാര്യങ്ങളും വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു ഇൻഡെക്സ് കേരളത്തിലുണ്ട്. അതാണ് ഇന്ത്യയെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ച് നോക്കിയാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 126ാമത്തെ സ്ഥാനമാണ്. ഇനി ഇന്ത്യയെ ഒപ്പം തന്നെയാണല്ലോ നമ്മളെല്ലാം ഉള്ളത്. അതിൽ നിന്ന് കേരളത്തെ മാത്രം മാറ്റിയെടുത്ത് പരിശോധിച്ചാൽ കേരളം അതിൽ നല്ല നിലയിൽ മുമ്പോട്ടേക്ക് വരുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലോകത്തിലെ തന്നെ ഇൻഡെക്സ് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സാഹചര്യം, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സാമൂഹ്യ അവബോധം, ഇങ്ങനെയെല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ ഇൻഡെക്സ് കണക്കാക്കുന്നത്. ആ കണക്കാക്കുന്ന ഇൻഡെക്സിൽ കേരളത്തിന് യഥാർത്ഥത്തിൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ശേഷിയുണ്ട് എന്നുള്ള ധാരണ രൂപപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവേണ്ടത് ഈ കേരളം എങ്ങനെയാണ് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് മുമ്പിൽ വരാൻ സാധ്യതയുണ്ടായത് എന്നുള്ളത് പരിശോധിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അത് വൈജ്ഞാനിക കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചു കർണാടകവും കേരളവും തമിഴ്നാടൊന്നും തമ്മിൽ പൊതുവേ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ 1957 ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ VMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തെ എങ്ങനെയാണ് പുതിയ രീതിയിൽ കെട്ടിപ്പൊക്കുക എന്നുള്ള പ്രശ്നത്തിൽ ആ ഗവൺമെൻറ് സ്കൂളിലേക്ക് വരാൻ പ്രായമുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂളിലേക്ക് എത്തിക്കണം എന്ന് തീരുമാനിച്ചു. അത് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം കുട്ടികൾ സ്കൂളിലേക്ക് വരില്ല. അതിന് സ്കൂൾ വരണമെങ്കിൽ അന്ന് പട്ടിണിയാണല്ലോ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവർ ഉച്ചക്ക് കഞ്ഞി കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉച്ചക്കഞ്ഞി എന്നെല്ലാം പറയുന്നത് അത്ര വലിയൊരു വിപ്ലവകരമായ പ്രവർത്തനമാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അന്ന് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് ഉച്ചക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചും കുട്ടിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയാണ്. അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. അന്ന് 1-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കേണ്ടവർ അതിന് ആവശ്യമായ ഏകാധ്യവ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും വന്നു. ഒരു സ്ഥലത്ത് ആരുമില്ല, ഒരു സ്കൂളുമില്ല, ഒരൊറ്റൊരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്ന നിലയിലേക്ക് വന്നു. അപ്പോൾ ഒരു അക്ഷരാഭ്യാസം നേടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി ആരംഭിച്ചു 57. അന്ന് പഠിച്ച ആ ഒരു വിദ്യാഭ്യാസ തലമുറയുണ്ടല്ലോ, അതിൻ്റെ 3ാമത്തെ തലമുറയാണ് ഇപ്പോഴും. അവരുടെ മക്കളാകുമ്പോഴേക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസം ലെവൽ കൂടി മുമ്പോട്ടേക്ക് വന്നു. അവരുടെയും മക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും 3ാമത്തെ തലമുറയാണ്. ഇവിടെ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, കർഷക തൊഴിലാളി,
കൃഷിക്കാർ, പിന്നെ ഇടത്തരക്കാരായിട്ടുള്ള അധ്യാപകർ, ജീവനക്കാരെന്ന് പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരുടെ എല്ലാം വീട്ടിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവത്വമുണ്ട്. യുവത അങ്ങനെയാണ് ഇന്ന്. ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും പറയില്ല. ഒരു വൈജ്ഞാനിക സമൂഹമായി കേരളം വളരണമെന്ന് പറയുമ്പോൾ വെറുതെ ഒരു യാന്ത്രികമായൊരു മുദ്രാവാക്യമല്ല. നമുക്ക് 1957 മുതൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പരിവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ മൂന്നാം തലമുറയിൽ ഇന്ന് 57 മുതൽ ഞാൻ പറയുകയാണ്, മൂന്നാം തലമുറയിൽ ഇന്ന് നിൽക്കുന്ന പുതിയ തലമുറ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നാടായിട്ട് കേരളത്തെ രൂപപ്പെടുത്തി. യുപിയേക്കാളും കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, പക്ഷേ അതെല്ലാം പ്രമാണിമാരുടെ മക്കളാണ്, ഉയർന്ന സാമ്പത്തിക ശേഷിയുടെ മക്കളാണ്, ഭൂപ്രഭുക്കന്മാരുടെ മക്കളാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജനകീയമായിട്ടൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ ശക്തിയായി കടന്നു വരികയും ഇവർക്കെല്ലാം പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമാന്യ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റി രൂപപ്പെടുത്താൻ സാധിക്കുന്ന തലത്തിലേക്ക് വൈജ്ഞാനിക കേരളത്തിലൊരു ഉള്ളടക്കം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തെ കിട്ടി. സ്വാഭാവികമായിട്ടും അപ്പോൾ പ്രശ്നം എന്താ, ഇങ്ങനെ വൈജ്ഞാനികമായി വളർന്നു വന്ന ഒരു സമൂഹത്തിൻ്റെ അകത്തെ പുതിയ തലമുറ ഏതാണ്ട് 52-53 ലക്ഷം ആളുകൾ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ്. അതിപ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 59 വയസ്സ് വരെയുള്ളവരെ കണക്ക് കൂട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ 53 ലക്ഷം കിട്ടിയത്. ഈ 53 ലക്ഷത്തിൽ മഹാഭൂരിപക്ഷവും, അല്ലെങ്കിൽ നല്ല 53% വരുന്നത് യഥാർത്ഥ സ്ത്രീകളാണ്. സ്ത്രീകൾ വീട്ടമ്മമാരെന്ന രീതിയിൽ അവർക്ക് ജോലി ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയുക. വീട്ടമ്മമാരുടെ ജോലി ഇപ്പോഴും ജോലിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. മുമ്പ് വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്തവരാണെന്നാണ്. നിങ്ങൾ ജോലി എന്താണെന്നില്ല, പണിയില്ല, വീട്ടിൽ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പം ജോലിയുണ്ടെന്ന് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ജോലി ഉള്ളവർ തന്നെയാണ്. പക്ഷേ അവർക്കെന്തില്ല, അവർക്ക് കൂലി കൊടുക്കുന്നില്ല. പുരുഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട്, പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാർ പറയുന്നത് ഞാനാണ് നിൻ്റെ ഈ കുടുംബത്തെയെല്ലാം പോറ്റുന്നത് എന്നാണ്. അത് ഏകപക്ഷീയമായൊരു പ്രഖ്യാപനമാണ്. ഇപ്പോഴത് മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാനും നീയും കൂടിയാണ് എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. ബഹുവചനാണ്, നേരത്തെ ഏകവചനാണ്, ഇപ്പോൾ ബഹുവചനാണ്. നമ്മൾ രണ്ടാളും കൂടിയാണ് ഈ കുടുംബം പോറ്റുന്നത്. കാരണം നിങ്ങൾ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അരിയും സാധനങ്ങളും മറ്റും വാങ്ങുന്നു. അപ്പോഴും ഞാനിവിടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്ത് ഒന്നുമില്ലാതെ കൂലി തരുന്നില്ല. കൂലി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ കൂലി തന്നെ എനിക്ക് തരണം. അവിടെ കൊടുത്ത അവിടുന്ന് കിട്ടിയ കൂലി ഉണ്ടല്ലോ, ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ പുരുഷന് കിട്ടിയ കൂലി, ആ കൂലി തന്നെ കൊടുത്താലേ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം, ചിലപ്പോൾ ചെറിയ കുറവുണ്ടാവും, അത്രയേ ഉണ്ടാവുള്ളൂ ഏറ്റക്കുറച്ചിൽ. നമ്മുടെ കുട്ടി, അല്ല എൻ്റെ കുട്ടി, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം എന്നതിൽ നിന്നും നമ്മുടെ കുട്ടി, നമ്മുടെ കുടുംബം ഒരു ബഹുജനത്തിലേക്ക് വരണം. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതേ ഉള്ളൂ. അതായത് വൈജ്ഞാനിക കേരളത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ അവിടെ തൊഴിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ലക്ഷക്കണക്കിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 53 ലക്ഷം വരുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട്. ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ ശിരസ് കുനിക്കുന്നില്ല. ഞാൻ KSYF-ൻ്റെയും DYF-ൻ്റെയും പ്രവർത്തകനായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ അന്നൊരു തരം ദാർശനികമായ കാഴ്ചപ്പാടോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു, തൊഴിലില്ലായ്മ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന്. എപ്പോഴാണോ മുതലാളിത്തത്തിൻ്റെ അന്ത്യം കുറിക്കാൻ സാധിക്കുക, അന്ന് മാത്രമേ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തൊഴിലില്ലായ്മ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് ലോകം, കാരണം ഏറ്റവും ചെറിയ വിലക്ക് അധ്വാനശേഷിയെ വാങ്ങാനുള്ള കഴിവ് മുതലാളിത്തത്തിന് ലഭിക്കണമെങ്കിൽ അവിടെ റിസർവായിട്ട് കിടക്കുന്ന തൊഴിൽ വിൽക്കാൻ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ജനങ്ങൾ വേണം. അപ്പോൾ ആ തൊഴിലില്ലായ്മ അവരുടെ വർഗപരമായ ആവശ്യത്തിൻ്റെ കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളം. അതിപ്പോൾ ഇത് കേരളം സോഷ്യലിസമാണ് എന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല, അത് മുതലാളിത്ത സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഉള്ളടക്കത്തോടു കൂടിയുള്ള സാമൂഹിക പരിവർത്തനം നടന്നിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ കേരളത്തെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിവിടെ തന്നെ ജനിച്ച് വളർന്ന് രൂപപ്പെട്ട് വന്നവരാണ്. എന്നാൽ സൂക്ഷ്മമായിട്ട് കേരളീയ സമൂഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ്. ആ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടില്ല.
ഭൂപ്രഭുത്വത്തിൻ്റെ മേലെയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതലാളിത്തം കെട്ടിവെച്ചത്. അപ്പോൾ എല്ലാ ജീർണതയും അതേപോലെ തന്നെ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിലധിഷ്ഠിതമായ പുതിയ ഭരണഘടന വേണമെന്ന് 75 കൊല്ലം റിപ്പബ്ലിക്കായിട്ട് 75 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആ മുദ്രാവാക്യത്തിന് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് ഈ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായിട്ട് ഇപ്പോഴും കേരളീയ സംസ്കൃതിയും ഇന്ത്യൻ സംസ്കൃതി ഉൾപ്പെടെ അതിലാണ്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ കേരളത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തുള്ള ഒരു വർഗം കേരളത്തിലില്ല. എല്ലാ സംസ്ഥാനത്തിലും ആ വർഗ്ഗമുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ മാത്രം ആ വർഗ്ഗമില്ല. ആ വർഗ്ഗമാണ് ജന്മി. ഭൂബന്ധത്തിലെ മൗലികമായ മാറ്റം സംഭവിച്ച ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി. ഇവിടെ 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി 36 ലക്ഷം കുടുംബങ്ങൾക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെയും പാർലമെൻറ്റേതര പ്രവർത്തനത്തിലൂടെയും ഈ കേരളത്തിൽ നേടാൻ സാധിച്ച ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റവും കൂടി വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറ മുഴുവൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാവാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടത്. ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെതാണ്, മറ്റൊന്ന് ഉൽപ്പാദന വിതരണ ഘടനയിൽ വന്ന മൗലികമായ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ജന്മിത്വം തന്നെ അവസാനിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. EMS പറഞ്ഞിരുന്നു, ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയാണ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന. ആ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്ക് മൗലികമായ മാറ്റം വരുത്തിയതുകൊണ്ട് ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഭൂപ്രഭുത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭൂപ്രഭുത്വത്തിൻ്റെ പ്രബലമായ ഒരു വിഭാഗമായ ജന്മിത്വ ഭൂപ്രഭുത്വം ഈ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി വന്നപ്പോൾ ഈ വൈജ്ഞാനിക മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു സ്ഫോടനാത്മകമായ രീതിയിൽ ജനങ്ങൾ മുഴുവൻ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും, അതിൽ പെൺകുട്ടികൾ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ്. ബൈജിങ്ങുമല്ല കാലിഫോർണിയൊന്നുമല്ല, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തുകൊണ്ട് തൊഴിലില്ലായ്മ പ്രശ്നം കേരളത്തിൽ പരിഹരിക്കാനാവില്ല എന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്, കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇന്ത്യയിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒന്നല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് പരിഹരിക്കാം. എന്തുകൊണ്ടാണ്? ലോകത്തിനാവശ്യമുള്ള വൈജ്ഞാനിക സമൂഹത്തിൻ്റെ ഒരു കലവറയാണ് കേരളം. ഞാനിവിടെ കേരളം ഇന്ത്യ എന്നല്ല ഞാൻ പറഞ്ഞത്, ബോധപൂർവം തന്നെയാണ് ഇന്ത്യ പറയായിരുന്നത്. ലോകത്തിനാവശ്യമുള്ള വൈജ്ഞാനിക കലവറ അതാണ് ഈ കേരളം. അപ്പോൾ ഈ കേരളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൻ്റെ അകത്തും ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലും നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്മാർ എന്നോട് തന്നെ വന്ന് സംസാരിച്ചു. അവർ പറഞ്ഞു, 1 കൊല്ലം കൊണ്ട് സർവേ നടത്താമെന്നാണ്. ഞാൻ 15 ദിവസം കൊണ്ട് നടത്താമെന്ന്. 1 കൊല്ലം കൊണ്ട് സർവേ നടത്തി പൂർത്തിയാക്കാമെന്നാണ് ഔദ്യോഗികമായ ധാരണ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് വിഷമിക്കണ്ട, 10-15 ദിവസം കൊണ്ട് നമുക്ക് സർവേ നടത്താം, 1 മാസം കൊണ്ട് ഡാറ്റ കിട്ടും. പറഞ്ഞ പോലെ തന്നെ നമ്മൾ നടത്തി. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് 62 ലക്ഷം വീട് കയറിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടി. ആ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 59 ലക്ഷം. അതിൽ 53% സ്ത്രീകളായിരുന്നു എന്നും കിട്ടി. അപ്പോൾ നമുക്ക് കൃത്യമായ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭൗതിക സാഹചര്യത്തിൽ നിന്നാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തി. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ഊന്നൽ കൊടുത്തു. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് സന്തോഷാത്മകമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് ജനങ്ങളെ നയിക്കാനാവുക എന്നൊരു പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തത്. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ വിദ്യാഭ്യാസം അത് സമഗ്രമാക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ആസൂത്രണം ചെയ്തു. ആ പരിപാടി ഇപ്പോഴും ടേണിംഗ് പോയിൻ്റ് ഉൾപ്പെടെയുള്ള നിരവധി പോയിൻ്റുകൾ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളും ഇപ്പം കൈവിരലെണ്ണാവുന്ന ചെറിയ കുട്ടികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കുട്ടികളും SLCക്ക് പാസ്സാകുന്നുണ്ട്. 100%-ലേക്കാണ് മുഴുവൻ സ്കൂളുകളും. വളരെ അപൂർവം കൈവിരലെണ്ണുന്ന കുട്ടികൾ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കുട്ടികളിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന മയിൽ ഉൾപ്പെടെ എല്ലാ കുട്ടികളും പാസ്സാകുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തി കായിക ക്ഷമത പരിശോധിച്ച് നമ്മൾ യോഗ ക്ലാസ്സുകൾ ആരംഭിച്ചു. കുട്ടികൾക്ക് യോഗ പരിശീലനം നടത്തി. അങ്ങനെ വൈജ്ഞാനിക മേഖലയിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിയപ്പോൾ അത് കേവലം വിജ്ഞാനത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് അവിടെ നിർത്തിയാൽ പോരാ, അത് തൊഴിലുമായിട്ട് കൂട്ടി ഇണക്കി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെയാണ് നമ്മൾ നടത്തിയ
സർവേയുടെ ഭാഗമായിട്ട് കിട്ടിയ ഡാറ്റ വെച്ച് പ്രത്യേകമായ രീതിയിൽ നിങ്ങളുടെയെല്ലാം സഹായത്തോടു കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള സർവേ പൂർത്തിയാക്കി. അപ്പോൾ ഒരു 16,000-ഓളം വരുന്ന ആളുകളാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ജോലി വേണ്ടവരായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഒരു ധാരണ ജോലി വേണ്ടവരെല്ലാം ജോലിക്ക് വേണ്ടി ജോലി എന്ന് പറയുമ്പോൾ ഉടനെ ഇങ്ങോട്ട് വരുമെന്നാണ് നമ്മൾ ധരിച്ചത്. സത്യം പറഞ്ഞാൽ അതിന് 50% പോലും ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഒന്ന് ചോദിച്ചാലേ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അതായത് നമ്മൾ സാധാരണ കരുതുന്നത് മറ്റേ ശർക്കരയുടെ പുറത്തേക്ക് ഈച്ച വരുന്നത് മാതിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ചാടി വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? വരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ പറഞ്ഞാൽ, ഒന്ന് സ്ത്രീകളാണല്ലോ അതിലൊരു വലിയ വിഭാഗം. അവർ കല്യാണമെല്ലാം കഴിച്ച് കുടുംബജീവിതം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്നവരാണ്. അവരിപ്പം ജോലിക്കൊന്നും പോകേണ്ടതില്ല എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് അവർ തുടക്കം. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് ആകർഷണമായ രീതിയിലൊന്നും വരാൻ അവർ തയ്യാറില്ല. എന്നാൽ 2 കുട്ടികളൊക്കെയായി, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു പ്രായമായി. അപ്പോൾ ഈ അമ്മക്ക് പറയുന്ന പണിയൊന്നുമില്ല, വീട്ടിൽ അത്യാവശ്യം പണി മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ജോലി ആയാൽ എന്താ കുഴപ്പം, അത് വീട്ടിൻ്റെ അടുത്താകുമ്പോഴെന്താ കുഴപ്പം, കുറച്ച് ദൂരെ പോയാൽ എന്താ കുഴപ്പം എന്നുള്ളൊരു ആലോചനയിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതൊരു ഭാഗമുണ്ട്. മറ്റൊന്ന്, ജോലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് പോകുക എന്നുള്ളതിനൊന്നും അവർ താല്പര്യമില്ല. 25,000, 30,000, 35,000 രൂപ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലിക്ക് പോവുക എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ജോലിയുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഒന്നുമില്ല, ഒരു ക്ലർക്കാവുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവൻ്റ് ആയിട്ട് മാറുക. അങ്ങനെ എന്തെങ്കിലും എപ്പോഴും PSC വരുമ്പോൾ അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് പോയി, ബാങ്കിങ് കോച്ചിങ്ങിന് പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോവുക എന്നതിലേക്ക് പറഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളതിലേക്ക്, അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് കിട്ടേണ്ടതുണ്ട് എന്നതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് കടന്ന് കേരളം കടക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം ആൾ തയ്യാറില്ല. കണ്ണൂർ ജില്ല വിടണം എന്ന് പറഞ്ഞാൽ ആൾ തയ്യാറില്ല. അപ്പോൾ കണ്ണൂർ ജില്ല വിടാൻ തയ്യാറുള്ളവർ, കേരളത്തിൽ നിന്നിൻ്റെ വിവിധ ഭാഗത്ത് പോകാൻ തയ്യാറുള്ളവർ, ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് പോകാൻ തയ്യാറുള്ളവർ, പുറത്ത് പോകാൻ തയ്യാറുള്ളവർ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാറ്റഗറി തിരിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് അവിടെ തന്നെ നിന്ന് എന്തെങ്കിലും ജോലി എപ്പോഴെങ്കിലും കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം. അത്യാവശ്യം വേണ്ടി വരുന്ന ഏതെങ്കിലും ജോലിക്ക് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിവസക്കൂലിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നുണ്ട് എന്നെല്ലാമുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലൊരു നല്ല വിഭാഗം ആളുകൾ അടിയന്തരമായിട്ട് എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്ന ഒരു മാനസികാവസ്ഥയുള്ളവരല്ല ഒരു വലിയ വിഭാഗം. ഇപ്പോൾ 16,000 ആളുകളെ കൃത്യമായിട്ട് അവരുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇനിയിപ്പോഴും അവസാന ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ NSSൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ഉപയോഗിച്ചുകൊണ്ടൊരു സർവേ നടക്കുകയാണ്. അങ്ങനെ സർവേ നടത്തുമ്പോൾ നമ്മളൊരു 6 ആളെയാണ് ആദ്യം കണ്ടത്. ആ 6 ആൾ കണ്ട ഒരു പഞ്ചായത്തിൽ ഇപ്പം നോക്കുമ്പോൾ ഒരു 10-60 ആളുണ്ട്. ഞങ്ങൾ നോക്കാം എന്ന രീതിയിൽ വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതിന് പുറമെ 16,000-ന് പുറമെ അല്ല, 16,000-നല്ല, 16,000-ൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ എൻ്റെ അവസാനത്തെ കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു 3,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3,000 പേരേ ഉള്ളൂ. അതായത് ഈ 16,000 ജോലി വേണം, 16,000 പേരുള്ളതിൽ ഇപ്പം തന്നെ ജോലി വേണമെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കുന്ന ആളുകൾ 3,000. അതായത് ഇങ്ങോട്ട് സമീപിച്ച് നമ്മൾ റെഡിയാണ് എന്ന് പറയുന്നവർ 3,000 ഉള്ളൂ. 3,000 ഉള്ളൂ. ഞാനതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കി അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് പുറത്തൊക്കെ പറഞ്ഞു നിൽക്കുന്നവർ കുറേ കൂടി ആളുകളുണ്ട്. എല്ലാം കൂടി ചേർന്നാലും യഥാർത്ഥത്തിൽ ഒരു 7,000-7,500 അപ്പുറം ഇല്ല. അതായത് തളിപ്പറമ്പ് എന്ന നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 3,000-ഓളം പേര് ഇപ്പം നിൽക്കുന്നു. ഇനി നമ്മൾ ഒന്നുകൂടി 7,000 മൊത്തം പരിശോധിച്ച് ഒരു 7,000 ആളുകളെ മാത്രമേ നമുക്ക് കിട്ടാൻ സാധിക്കൂ. എത്രയില്ല 16,000-ൽ. ബാക്കിയുള്ളവർ ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും ലഭിക്കും, കിട്ടും, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി ആ രീതിയിലുണ്ട്. ഈ ഒരു 3,000-ഓളം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പക്ഷെ ഒരു 6,000 വരെ കൂടിയേക്കാം, 7,000 വരെ എത്തിയേക്കാം. ഈ 7,000 പേരെ ഒരു തൊഴിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കണക്റ്റിംഗ് തളിപ്പറമ്പയുടെ ഭാഗമായിട്ട് എന്താണ് അവിടെ നടക്കുന്ന പരിപാടി? അതിപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ഇവരെ മുഴുവൻ ഞങ്ങൾ കാറ്റഗറി തിരിച്ചു. ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെ ഓരോരുത്തരായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരെയും അവരെ നേരിട്ട് പോയി കണ്ട് ഡാറ്റ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെ നമ്മൾ കാറ്റഗറി ആയിട്ട് തിരിച്ചു, ഓരോരോ ഭാഗമായിട്ട് തിരിച്ചു. ആ തിരിച്ച ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവരുണ്ട്, നേഴ്സ് പഠിച്ചവരുണ്ട്, തുടങ്ങിയ വിവിധ മേഖലയിൽ പഠിച്ചവരുണ്ട്. ആ പഠിച്ചവരെ മുഴുവൻ കാറ്റഗറി തിരിച്ച് അവർക്ക് എന്ത് ജോലിയാണ് ചെയ്യാനാവുക എന്ന് ഈ AI ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ചല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അവർക്കൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി, MAയും MSCയും BAയും BSCയും കൊണ്ടൊന്നും ജോലി കിട്ടില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ശരിയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം?
അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകമായ തൊഴിൽ പരിശീലനം കൊടുത്താൽ ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് അത് നേടാൻ വളരെ എളുപ്പമാണ്. ഏത് മാഷ് ഇപ്പം നമ്മുടെ കോളേജുകളിലൂടെ പോകുന്ന BA MA സിസ്റ്റത്തിനെയാണ് കാര്യമായി നമ്മൾ ചലഞ്ച് ചെയ്ത് വരുന്നത്. ചലഞ്ച് ചെയ്യുന്നതല്ല, അടിസ്ഥാന വിദ്യാഭ്യാസം ശരി, പക്ഷേ ആ അടിസ്ഥാന വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ലോകോത്തരമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ 10 ലക്ഷം ആളുകൾ ഇപ്പം കേരളത്തിലുണ്ട്, പണം ഡിമാൻഡ് ഉണ്ട്. 10 ലക്ഷം ആളുകൾക്ക് നമ്മുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ 10 ലക്ഷം ജോലിയിലേക്ക് കടക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്ന അക്കാദമിക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാത്രം പോരാ, നല്ല രീതിയിലുള്ള തൊഴിൽ പരിശീലനം വേണം. തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കില്ല് വേണം. ആ സ്കിൽ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് പരമാവധി 1 കൊല്ലം കൊണ്ട് സാധിക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള 10,000-കണക്കിന് ആൾക്ക് നമുക്ക് കേരളത്തിൽ ആകെ ജോലി കൊടുക്കാൻ കഴിയും. 10 ലക്ഷം ഇവിടെ നമ്മൾ മുമ്പ് കിടക്കല്ലേ, അതിനാവശ്യമുണ്ടല്ലോ, അവർക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ, സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അപ്പോൾ അവരെ പരിശീലിപ്പിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ പരിശീലനം നടത്തി നോക്കി. അത്യാവശ്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. ഒരു ഇൻ്റർവ്യൂവിന് ഫലപ്രദമായിട്ട് അങ്ങോട്ട് അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികൾക്ക്. അത് സെലക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിൻ്റെ ഏത് ഭാഗമുള്ളതിനേക്കാളും നല്ല സജീവമായിട്ട് കഴിവുള്ള. അവിടെ എത്തണമെങ്കിൽ അവരെ പഠിപ്പിക്കണം. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് വേണം. ഇൻ്റർവ്യൂ ഹാജരാകാൻ അവർക്ക് സാധിക്കുന്നില്ല ഫലപ്രദമായിട്ട്. അത് സാധിക്കുമോ എന്നുള്ള വെപ്രാളത്തിൻ്റെ ഭാഗമായിട്ട് പലരും അതിന് മെനക്കെടാനും തയ്യാറാവുന്നില്ല. ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, 941 ആളെ ഇപ്പോൾ നമുക്ക് ജോലിക്ക് കൊടുക്കാൻ പറ്റി. പണ്ടൊരു MLAയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 10 ആൾക്ക് ജോലി കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ആരും ആലോചിച്ചില്ലല്ലോ. എത്രയോ കൊല്ലം ഞാൻ തന്നെ ഇതിന് മുമ്പ് 2 പ്രാവശ്യം MLA ആയിരുന്നല്ലോ. അന്ന് ഞങ്ങൾ ഈ തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഗവൺമെൻറ്റും അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ 20 ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞു. ഏതാണ്ട് 10 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, സംരംഭ പ്രവർത്തനം ഉൾപ്പെടെ ചേർത്തുകൊണ്ട്. അപ്പോൾ മണ്ഡലത്തിൽ ഈ പറയുന്ന മെത്തേഡ് അനുസരിച്ച് നല്ല രീതിയിൽ അവരെ കാറ്റഗറി തിരിച്ച് കമ്പനി വരാൻ തുടങ്ങി. ഇപ്പോഴും ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വന്നപ്പോൾ ആൾക്കും താല്പര്യമായി. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ പോയാൽ ആളെ കിട്ടുമെന്നുള്ളത് കൊണ്ട് കമ്പനിയും വരാൻ തുടങ്ങി. ആഴ്ചയ്ക്ക് ഇപ്പോൾ ഓരോ കമ്പനിക്കാർ വരുന്നുണ്ട്, അതൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അത് പക്ഷേ 16,000-ഓളം ആൾക്കാർ, അതിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്ന് 3,000-ഓളം ആൾക്കാർ, ആ 3,000-ൽ നിന്നും ഏതാണ്ട് 941 ആൾക്കാർക്ക് ജോലി കിട്ടി. ഇപ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് പോയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പോയി. ഒരു കുട്ടിക്ക് ജോലി കിട്ടി, ചെറുപ്പക്കാരൻ ജോലി കിട്ടിയപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ ടീമുണ്ടല്ലോ, ആ ടീമിൽ ഒരു സ്ത്രീയാണ് ആ കുട്ടിയെ പരിശീലിപ്പിച്ചത്. ആ കുട്ടീനെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ വിളിക്കുകയാണ്, വളർന്നിട്ടില്ല. അപ്പോൾ വിളി വരികയാണ്, ഫോൺ വിളിയാണ്. എന്താ വെച്ചു ചോദിച്ചാൽ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ആ കുട്ടി, ഞാൻ ശമ്പളം വാങ്ങി, ഇന്നാണ് ശമ്പളം, ആദ്യം പോയിട്ട് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം വാങ്ങിയതിന് ശേഷം ആദ്യം വിളിക്കുകയാണ് ഈ ജോലി കൊടുക്കാൻ ഇടയാക്കിയിട്ടുള്ള ആ പരിശീലനം നടത്തിയുള്ള കുട്ടീനാ. അത് ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരെ വിളിച്ചു. അപ്പോൾ അവിടെ എത്രയാ സമയം, ഇവിടെ എത്രയാ സമയമൊന്നും നോക്കുന്നില്ല. അവർ ശമ്പളം കിട്ടി ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലർന്നിട്ടില്ല, അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. എന്താണെന്ന് ചോദിച്ചു, നിങ്ങളുടെ നാളെ എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ നാള് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്തിനാ ചോദിച്ചു. ഒരു നേർച്ചയുണ്ട്. നേർച്ച എന്താ നേർച്ച? നിങ്ങൾ എനിക്ക് ഈ ജോലി ലഭിക്കുന്നതിന് ഇടയാക്കിയത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രത്തിന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ നേർച്ച പറയാൻ നിങ്ങൾ നക്ഷത്രം പോകണം. എന്താണ് നിങ്ങളുടെ നക്ഷത്രം, നാളെന്താണെന്ന് ചോദിക്കുക. ഇതാണൊരു പ്രതികരണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഈ 941 ആളുകൾ ഉള്ളത്. 941 ആളെന്ന് പറയുമ്പോൾ 941 കുടുംബമാണ്. ആ കുടുംബത്തിനുള്ള വലിയ രീതിയിലുള്ളൊരു ആഹ്ലാദകരമായ ഒരു ചിത്രമാണ് രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു കാര്യം പറയാൻ പറ്റും, ഒരു സംശയവും വേണ്ട. ഇതേപോലെ മുമ്പോട്ടേക്ക് പോയാൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു 2,000 ആൾക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ കണക്കിന് തളിപ്പറമ്പിൻ്റെ ഭാഗമായിട്ട് ജോലി കൊടുക്കാൻ പറ്റും. ഒരു സംശയവും വേണ്ട. പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 7 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയുമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലുള്ളത്. ഈ
9 സ്ഥലങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ നോളജ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ നോളേജ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 7 പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റികളിലും ഇപ്പോൾ നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആളുകൾ അന്വേഷിച്ച് പോയി തുടങ്ങി. നേരത്തെ നമ്മൾ അവിടെ എന്താ നടക്കുന്നത്? ഉദ്ഘാടനം ചെയ്തു. അവിടെ നമ്മളിപ്പോൾ ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു, മുനിസിപ്പാലിറ്റി ഉദ്ഘാടനം ചെയ്തു. അവിടെയൊക്കെ നമ്മൾ ജനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. സർ സെയ്ദ് കോളേജിൻ്റെ ലൈബ്രറിക്ക് അകത്ത് തന്നെയാണ് നമുക്ക് ഓഫീസ് സൗകര്യം തന്നത്. എല്ലാ കമ്പ്യൂട്ടർ സംവിധാനവും തന്നു സർ സെയ്ദ് കോളേജുകാർ തന്നെ. അതുപോലെ തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി തന്നു. എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആളുകൾ വരാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ തൊഴിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ വേണ്ടവരെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തിയാൽ ആളെ കിട്ടുമെന്ന് ഒന്ന് തുടങ്ങി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെൻറ്റർമാരെ തീരുമാനിച്ചു. 64 മെൻറ്റർമാരെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും പ്രഗത്ഭരായിട്ടുള്ള 64 ആളുകളെ നമ്മൾ പരിശീലിപ്പിച്ചു. KDSCിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ വന്നു. ഇവരെല്ലാം പരിശീലിപ്പിച്ചു. അവർ പൈസ വാങ്ങാതെ തന്നെ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി തിരിച്ചിട്ട് ഈ വിവിധ വിഭാഗങ്ങളുണ്ടല്ലോ, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശീലനം നൽകുന്നതോടുകൂടി അവർക്ക് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്ക് ഏത് ഇൻ്റർവ്യൂവിനെയും അഭിമുഖീകരിക്കാനുള്ള ശേഷിയുള്ളവരായിട്ട് അവർ മാറും. ഈ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിൽ മേഖലയായിരിക്കും. അവരുടെ വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെയാണെന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ അതിനെ ഇനി പിന്നെ എങ്ങനെയാണ് തൊഴിൽ കൊടുക്കേണ്ടത് എന്നുള്ളത്, തൊഴിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം എന്താണ്, സ്കിൽ എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ കൂടി ഓപ്ഷനോടുകൂടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പരിശീലനം കൂടി പൂർത്തിയാകുമ്പോഴേക്ക് ഞാൻ അതുകൊണ്ടാണ് 1 കൊല്ലം പറഞ്ഞത്. 1 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാധ്യത വരും. മാത്രമല്ല കേരള ഗവൺമെൻറ് ഈ മോഡൽ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഐസക്കിനെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്, അതായത് ഉപദേശകൻ എന്ന രീതിയിൽ നിർത്തി ആ പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പത്തനംതിട്ടയിൽ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ എല്ലാ ജില്ലയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരംഭിച്ച ഒരു പുതിയ പരിപാടി പുതിയ തലത്തിലേക്ക് വികസിതമായ രീതിയിൽ കേരളം മുഴുവൻ നടപ്പിലാക്കാൻ പോവുകയാണ്. അങ്ങനെ കേരളം നടപ്പിലാക്കിയാൽ 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് ഇപ്പോൾ കൊടുത്ത 10 ലക്ഷത്തിന് പുറമെ 10 ലക്ഷത്തിന് കൂടി ഈ കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം വരും. പക്ഷേ വരാൻ പോകുന്നത് ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി, നമുക്ക് ഓഡിയൻസിന്റെ ചോദ്യങ്ങളിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉള്ളത്, ജോബ് സ്റ്റേഷനുകൾ 16,000-ഓളം ആൾക്കാർ, അവിടുന്ന് ഒരു 3,000-ഓളം, ഇനി അത് 6,000 വരെ ആയേക്കാം. അതിൽ നിന്ന് 941 പേർക്ക് ജോലി കൊടുത്തു, ഇനി ഒരു 3,000 പേർക്കോളം ജോലി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് മണ്ഡലത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കേന്ദ്രീകരിച്ച് ഒരു പദ്ധതിയുടെ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് പക്ഷേ പറയൂ. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 2 നേര പൂർണ്ണമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള സംരംഭകരെ മുഴുവൻ പരിശീലിപ്പിക്കാനും പുതിയ ആശയങ്ങൾ നൽകാനും ഒക്കെ സാധിക്കുന്ന ഒരു കേന്ദ്രം ഹമ്പാക്കിയിട്ട് മാറ്റണം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്. ആ പരിപാടി KDSCുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാടി നമ്മൾ ആരംഭിക്കാൻ പോകും. ഇതൊരു ഇന്നോവേഷൻ്റെ ഹമ്പാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. തളിപ്പറമ്പ് എഞ്ചിനീയറിംഗ് കോളേജാണ് അതിൻ്റെ കേന്ദ്രം. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം പൂർത്തിയായിട്ടുണ്ട്. 7 നില കെട്ടിടമാണ്. അതിൻ്റെ അകത്ത് 2 നില പൂർണ്ണമായിട്ടും ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോളേജ് മാനേജ്മെൻറ്റുമായി അല്ലെങ്കിൽ കോളേജിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ഇപ്പോഴത്തെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇന്നോവേഷൻ്റെ ഒരു ഹമ്പാക്കി തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ കേന്ദ്രം എന്ന രീതിയിൽ ഞങ്ങൾ ഇതിനെ മാറ്റിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ടാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് കൂടി ചേർത്ത് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് തളിപ്പറമ്പിൽ മണ്ഡലത്തിലുള്ള കണ്ണൂർ എഞ്ചിനീയറിംഗ് 24,000-ലധികം ഫീറ്റ് ചതുരശ്ര ഫീറ്റ് വിസ്തൃതിയുള്ള കെട്ടിടം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഏതാണ്ട് 24,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഇന്നോവേഷൻ ഹബ്ബ് ഉണ്ടാക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. KDSCുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ ബേസിക്കലി ഈ ഇന്നോവേഷൻ ഹബ്ബ്, അതുപോലെ ജോബ് സ്റ്റേഷനുകൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അത് നേരത്തെ പറഞ്ഞ മെന്റർമാരുടെ പരിശീലനം 64 ആളുകളെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ലോകോത്തരമായ ശേഷിയുള്ളവരെയാണ് നമുക്ക് കിട്ടിയത്. അല്ലാണ്ട് വേറെ അധ്യാപനം മാത്രം നോക്കിയിട്ടല്ല. ലോകോത്തരമായ ശേഷിയുള്ള 64 ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ യോഗത്തിൽ ഞാൻ കൂടി പങ്കെടുത്തു ആദ്യം. പിന്നീട് KDSCക്ക് 2 പ്രാവശ്യം അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇനി അവരുടെ ട്രെയിനിങ് ആരംഭിക്കാൻ പോവാണ്. ശരി, നമുക്ക് ചോദ്യങ്ങൾ ഓഡിയൻസിലേക്ക് പോവാം. അപ്പോൾ മാഷ് പറഞ്ഞുപോയ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാമൂഹിക മാറ്റം അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ളത്, അതിൽ നിന്നും ഇപ്പോൾ അടുത്തൊരു ലീപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് മാഷ് ചുരുക്കത്തിൽ സംസാരിച്ചത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ.
ചോദ്യമുണ്ട്, മൈക്ക് റെഡിയാവുന്നതേ ഉള്ളൂ. മാഷെ നമസ്കാരം. ഇപ്പോൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്, അതുപോലെ തന്നെ വളരെ നൂതനമായിട്ടുള്ള ഒരുപാട് ഐഡിയാസും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സും ബിസിനസ്സൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വളരെ വൈകിപ്പോയി എന്നുള്ള ഒരു ചിന്ത തോന്നിയിട്ടുണ്ടോ മാഷ്? ഇത് എല്ലാ കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധാരണ നിലയിൽ. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 കൊല്ലം മുമ്പ് ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ എത്രത്തോളം മെച്ചപ്പെടുമായിരുന്നു എന്നുള്ളത്. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാവുള്ളൂ. ഇപ്പോഴെന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു വിജ്ഞാന സമൂഹം, ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും പറയാത്തതാണ് ഈ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. നമുക്കറിയാം, സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൈകാര്യം ചെയ്യുമ്പോൾ അർത്ഥശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് അതിന് കൈകാര്യം ചെയ്യുക. അതെന്താ? അതിൻ്റെ കേന്ദ്രം പണമാണ്, പണമൂലധനം. സമ്പത്ത് വ്യവസ്ഥയുടെ എപ്പോഴും ഈ എക്കണോമിക്സ് പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മൂലധനമാണ്. ഈ മൂലധനമാണ് കേരളത്തിൽ വേണ്ടത്ര ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ പുതിയ മൂലധനത്തെ ആശ്രയിക്കുകയാണ്. ആ പുതിയ മൂലധനം നോളജാണ്, അറിവാണ്. അങ്ങനെയാണ് അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പത്ത് വ്യവസ്ഥ എന്ന് നമ്മൾ കണ്ടത്. അവിടെയാണ് സ്റ്റാർട്ടപ്പ്, അവിടെയാണ് AI ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ തലമുറ സംവിധാനങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാം ഗവൺമെൻറ് കഴിഞ്ഞ് രണ്ടാം ഗവൺമെൻറ്റിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തൊഴിൽ നൽകാനുള്ള ശേഷി ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണെന്ന് കണ്ടത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തൊഴിലില്ലായ്മ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന പുതിയ പ്രഖ്യാപനം നടത്തിയത്. ഇതൊരു 10 കൊല്ലം മുമ്പ് നടത്തിക്കൂടെ എന്ന് നടത്തിയാൽ നടക്കാൻ സാധിക്കുന്നതല്ല. മൂർത്തമായ സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂർത്തമായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് പരിപക്വമായ ഒരു സമയം വന്നിരിക്കുകയാണ്. ഇനിയൊരു 20 കൊല്ലം കൂടി വേണം. 20 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇന്ത്യ ഇന്നത്തേതിൽ നിന്ന് വളരെ വലിയ ദൂരം മുന്നോട്ടേക്കൊന്നും പോകില്ല. പക്ഷേ കേരളം വളരെ ബഹുദൂരം മുന്നോട്ടേക്ക് പോകും. എന്തുകൊണ്ടാണ്? വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യ വിപ്ലവം നടന്ന രാജ്യങ്ങളാണ്. 400 കൊല്ലമായി യഥാർത്ഥത്തിൽ ജനാധിപത്യ വിപ്ലവം നടന്നിട്ട്, 400 വർഷം. ആ 400 വർഷം കഴിഞ്ഞ് ഇന്ന് പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങളാണ്, അർദ്ധവികസിത രാജ്യങ്ങളാണ്. ഈ വികസിത അർദ്ധവികസിത രാജ്യങ്ങളോടൊപ്പം നമ്മളിപ്പോൾ 1975 കൂട്ടിയാൽ മതി. 75 മുതൽ 57, 1957 കൂട്ടിയാൽ മതി. 57 മുതൽ ഇങ്ങോട്ടുള്ള വളർച്ച, ആ വളർച്ചയിൽ നിന്ന് ഇനി ഈ പറയുന്ന വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ കൂടി കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ഒരു 10-20 കൊല്ലം കൂടി കിട്ടിയാൽ, ഞാൻ അതിനിടയിൽ തന്നെ തൊഴിലില്ലായ്മ പ്രശ്നം, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് 20 കൊല്ലം കൊണ്ട് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. അങ്ങനെ വളച്ചു കെട്ടി തെറ്റായ കാര്യങ്ങളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ പലരും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പേര് ഇത്രയേ ഉള്ളൂ. 20 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് വികസിത കേരളം എന്ന നിലയിൽ ലോകത്തിന് മാതൃകയാവുന്ന അർദ്ധവികസിതവും വികസിതവുമായ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനോടൊപ്പം നമുക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനാവും. ആ ഉയർത്താനാവുന്ന പ്രക്രിയയിലൂടെ മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരളം എന്ന് പറയുന്നത്. ഈ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഉന്നം. അതിന് ഈ പറയുന്ന സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പോലും സാധിക്കുന്ന സാഹചര്യമുണ്ട്. കോരി വാരി എടുക്കാൻ കഴിയുന്ന അഭ്യസ്ത വിദ്യയിലുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ കേരളമാണ്. മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിലും അതില്ല. അത് പൂർണ്ണമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയാണ് വളരുക? ഇവരുടെ കയ്യിലൊക്കെ പണം കിട്ടും. 25,000, 30,000, 50,000, 1,00,000 ഉറുപ്പിക ഓരോ കുടുംബത്തിനും കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ കുടുംബത്തിന് കിട്ടുമ്പോൾ വാങ്ങൽ ശേഷി കൂടും. വാങ്ങൽ ശേഷി കൂടിയാൽ ഉൽപ്പാദന പ്രക്രിയയിൽ വീണ്ടും വമ്പിച്ച രീതിയിൽ സജീവതയുണ്ടാവും. രണ്ടാം ലോകമഹായുദ്ധത്തിലെ ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ കെയ്ൻസിൻ്റെ തിയറി അനുസരിച്ച് എങ്ങനെയാണോ പൊതുവിതരണ സംവിധാനങ്ങളും പൊതുമേഖലാ സംവിധാനങ്ങളും ശക്തിപ്പെട്ടു വന്നത്, അതുപോലെ മുതലാളിത്ത സമൂഹത്തിൻ്റെ അകത്ത് തന്നെ വാങ്ങൽ ശേഷിയുള്ളൊരു ജനതാ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരും. അപ്പോൾ നമ്മുടെ വമ്പിച്ച രീതിയിലുള്ള കുതിപ്പ്
നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഭാഗമായിട്ട് രൂപപ്പെടുത്താൻ കഴിയും. കാരണം ഓരോ കുടുംബത്തിലും 20 ലക്ഷം എന്നെല്ലാം പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-50 ലക്ഷത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വീടുകളിലൊക്കെ സമ്പത്ത് നല്ലപോലെ കിട്ടും. അവർക്കെല്ലാം വരുമാനം ഉണ്ടാവും. ആ വരുമാനം വെറുതെ വെക്കില്ല, അത് സപ്ലൈ ചെയ്യുക, അത് കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് പോകും, സാധനങ്ങൾ വാങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടും, നമ്മുടെ പഠിക്കാനുള്ള ശേഷി ഇതിനേക്കാൾ കൂടുതലാവും. അപ്പോൾ വളരെ വമ്പിച്ച രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ കേരളത്തിൽ സാധിക്കത്തക്ക രീതിയിലുള്ളതാണ്. അതിന് 10 കൊല്ലം മുമ്പ് ഇത് ചെയ്തുകൂടായിരുന്നോ എന്നുള്ളതല്ല, ഇനിയും നമ്മളൊരു 20 കൊല്ലം കഴിയുമ്പോൾ എന്താവും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ഗോപിനാഥ് മുതുകാട് ഇന്നലെ ഒരു ക്ലിപ്പിൽ ഞാൻ കണ്ടു, വളരെ രസകരമായിട്ടുണ്ട്. അത് നിങ്ങളോടും കൂടി പറയാൻ ആലോചിക്കുക. അത് വേറൊന്നുമല്ല, ഇന്നലെ ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യണം? സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നലെ ചെയ്യേണ്ടത് ആ നിമിഷം തന്നെ പൂർത്തിയാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്യണം. ഇന്നലെ ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മുടെ തിയറി എന്ന് പറഞ്ഞാൽ, ഇന്നലത്തേത് ഇന്നലെ തന്നെ പൂർത്തിയാക്കുക, ഇന്നത്തേത് ഇപ്പം തന്നെ പൂർത്തിയാക്കുക. ആ രീതിയിൽ നമ്മളതിനെ ഓരോന്നിനെയും കാണണം. നമ്മളെപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദാസീനമായി ഇനി നാളെയാക്കാം, ഇത് മറ്റന്നാളാക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് മുമ്പോട്ടേക്ക് വരും കേരളം. അങ്ങനെ വന്നാൽ കേരളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവുമായി താരതമ്യമില്ലാത്ത, ലോകത്തോട് തന്നെ കടപിടിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ രാജ്യമായിട്ട് രാജ്യം ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ്, നാടായിട്ട് ഈ കേരളത്തെ മാറ്റാൻ കഴിയും. അപ്പോൾ അതിന് ഇനിയും നമുക്ക് 20 കൊല്ലം പോകണം. ശരി, അടുത്ത ചോദ്യം. മാഷെ നമസ്കാരം. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം DYFI ഈ രീതിയിൽ സംരംഭകരെയും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തും വലിയ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം മാഷയുടെ സംസാരത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ വലിയ തൊഴിൽ സാധ്യതകൾ, അല്ലെങ്കിൽ തൊഴിൽ ആവശ്യമുള്ളവർക്ക് മുഴുവൻ തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വരാൻ പോവുകയാണെന്നാണ് മാഷ് പറയുന്നത്. അതിലും വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം മാഷ് വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ AI കുറിച്ച് മാഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി മാഷ് ഉദ്ദേശിച്ചത് എന്താണ്, ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത്ര നേരം നിങ്ങൾ AI അല്ലേ ചർച്ച ചെയ്തത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം. AI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനത് ഒന്ന് ഹ്രസ്വമായിട്ട് പറഞ്ഞു പോവുകയെ മാത്രമേ ഉള്ളൂ. പറയാൻ മുഴുവൻ വിശദീകരിക്കാനൊന്നും സമയമില്ലല്ലോ നമ്മുടെ മുമ്പിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശാസ്ത്രമേഖലയിൽ വന്ന ഏറ്റവും അവസാന തലമുറയിലെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം വേണ്ട ഒരു മേഖലയാണ്. എന്നുകൊണ്ട് ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും അവസാനത്തെ ഒന്നാണ്. ഇതിവിടെ അവസാനിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും തുടരും. ഒന്നിനും അവസാനമില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാവുന്ന മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം എന്താ? അത് അനസ്യൂതമായ മാറ്റം മാത്രമാണ്. അതുകൊണ്ട് ഇതും മാറും. ഈ മാറുന്ന പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നേരത്തെ ഇവിടെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അത് വലിയ മുതലാളിമാരുടെ കയ്യിൽ മാത്രമല്ല ഉണ്ടാകുക, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞു. യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് മുതലാളിത്തം. അതിനെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് മുതലാളിത്തം. അപ്പോൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഉൽപ്പാദനോപാധികളുടെ മേലെ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ച നേടിയാലും ആ നേട്ടത്തിൻ്റെ അനന്തരഫലം സമ്പത്തിൻ്റെ കേന്ദ്രീകരണമാണ്. ഒരു ഭാഗത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, മറുഭാഗത്ത് കൂടുതൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. അവർ ഇന്ന് മുതലാളിയാണോ ഇന്ന് കുത്തക മുതലാളിയാണോ എന്നൊന്നും ചോദ്യമില്ല. ചില ആളെ വിചാരം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഈ മുതലാളി ബൂർഷ്വ എന്നുള്ള പദം തന്നെ മാർസാണ് അത് ഉപയോഗിച്ചത്. ആ പദം മാർസിൻ്റെ സംഭാവനയാണ്. ബർഗസ് എന്ന ഒരു പദത്തിൽ നിന്നാണ് സ്വതന്ത്ര നഗരവാസി, അതിന് ഇത്രയേ അർത്ഥമുള്ളൂ, സ്വതന്ത്ര നഗരവാസി എന്നാണ് ബൂർഷ്വ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. അതിനെയാണ് മാർസ് ബൂർഷ്വാസി എന്ന പദം ഉപയോഗിച്ച് ഉയർത്തിയത്. ഇപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വലിയ മുതലാളിമാരായിക്കൊള്ളണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് AI സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ സമ്പന്നൻ ആവാൻ പോകുന്നത് ഈ പറയുന്ന വലിയ കുത്തക മുതലാളി ആയിക്കൊള്ളണമെന്നില്ല എന്നിവിടെ പറഞ്ഞില്ലേ. അങ്ങനെയാണ് അവർ കുത്തക മുതലാളി ആവുക. പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലായിക്കോ, ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുള്ളിടത്തോളം കാലം ആ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടും.
അത് മുതലാളിമാരുടെ കയ്യിൽ തന്നെ. അത് ഏത് മുതലാളി, ചെറിയ മുതലാളിയാണോ വലിയ മുതലാളിയാണോ അല്ലെ കോർപ്പറേറ്റ് ആയിട്ട് വളർന്നവരാണോ ഇനി വളരാൻ പോകുന്നവരാണോ എന്നൊന്നും നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, വളരും. എന്നാൽ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ പുതിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തല്ലോ, ചൈനയുടെ വരുമ്പോൾ എന്താ പ്രശ്നം? ജനകീയമായ രീതിയിൽ സോഷ്യലിസ്റ്റ് രീതിയിൽ വരുമ്പോൾ ഉൽപ്പാദനോപാധികൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെതാവും, ജനങ്ങളുടേതാവും. ഉൽപ്പാദനോപാധികൾ ജനങ്ങളുടെ കയ്യിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നേട്ടം ജനങ്ങൾക്ക് കിട്ടും, അപ്പോൾ വരുമാനം കൂടും. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അധ്വാനത്തിൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ അധ്വാനിക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചാൽ അവർക്ക് 7 മണിക്കൂർ മതിയാവും, അല്ലെങ്കിൽ 5 മണിക്കൂർ മതിയാവും, അല്ലെങ്കിൽ 4 മണിക്കൂർ മതിയാവും. എത്ര മണിക്കൂർ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദനോപാധികൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, ഒരു സോഷ്യലിസ്റ്റ് പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് തൊഴിലാളികൾക്കാകെ അതുപോലെ തന്നെ ജീവനക്കാർക്ക് മുഴുവൻ മനുഷ്യന്മാർക്കും അതിൻ്റെ നേട്ടങ്ങൾ കിട്ടും. ഇവിടെ നേട്ടം ലഭിക്കുന്നത് ഈ പറഞ്ഞ കുത്തക മുതലാളിമാർക്ക് മാത്രമാണ്. ആരാണോ ഉൽപ്പാദനോപാധികൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് മാത്രമാണ്. അതുള്ളിടത്തോളം കാലം ലോകത്ത് അതിശക്തിയായ പോരാട്ടങ്ങളും സമരങ്ങളും ഉയർന്നു വരും. ആ സമരങ്ങളും പോരാട്ടങ്ങളും ലോകത്ത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഞാൻ പറഞ്ഞിട്ടില്ല, അത് സോഷ്യലിസത്തിലേക്കാണ് രാജ്യത്തെ ജനതയെ നയിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു പക്ഷേ അതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നൊരു ഉദാഹരണം ഒരുപക്ഷെ ഉള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ബ്ലൂം വെഞ്ചേഴ്സ് എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫേമിൻ്റെ ഒരു പഠനം പുറത്തു വന്നത്. അതായത് ഏതാണ്ട് 1.6 ബില്യൺ ആൾക്കാരുള്ള 1.4 ബില്യൺ ആൾക്കാരുള്ള ഇന്ത്യയിൽ 1 ബില്യൺ ആൾക്കാർ അല്ലെങ്കിൽ 100 കോടിയോളം ആൾക്കാർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഡിസ്പോസിബിൾ ഇൻകം ഇല്ല. അതായത് അവരുടെ ദൈനംദിന ചെലവിനപ്പുറത്തേക്ക് ചെലവാക്കാൻ കഴിയുന്ന ഇൻകം ഇല്ല. അപ്പോൾ ഒരുപക്ഷെ AI ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉൽപ്പാദന പ്രക്രിയ കൂടിക്കഴിഞ്ഞാലും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വന്നാലും അത് വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്ന ശേഷിയുള്ള ആൾക്കാരില്ല എന്നതാണോ അവിടുത്തെ? അതെ അതെ, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 87% ഇന്ത്യൻ സമ്പത്തും 10% കയ്യിലാണ്. ഒന്നും കൂടി ആ കണക്ക് പറയാം. 87% രാജ്യത്തിൻ്റെ സമ്പത്ത് 10% കയ്യിലാണ് ഉള്ളത്. 50% മനുഷ്യർക്ക് ആകെ ഇന്ത്യൻ സമ്പത്തിൻ്റെ 3% മാത്രമാണുള്ളത്. ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 3%, ഇന്ത്യയിലെ 50% ജനങ്ങൾക്കെല്ലാം കൂടി 87% സമ്പത്ത് ഈ പറയുന്ന 10%-ൻ്റെ കയ്യിൽ. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇതിനേക്കാളും ദയനീയമാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള മുതലാളിത്ത രാജ്യങ്ങളുടെ ചിത്രം. നമ്മുടെ ചിത്രം തന്നെ ഇങ്ങനെയാണ്. അതിൽ 100 കോടിയോളം ആൾക്കാർക്ക് മറ്റൊരു കാര്യത്തിൽ ചെലവാക്കാൻ പൈസയില്ല, നിത്യനിദാനത്തിന് തന്നെ ചെലവിന് വരുമാനമില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അങ്ങനെ വരുമ്പോൾ AI ഉൾപ്പെടെ ഉപയോഗിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവന് വാങ്ങൽ ശേഷി ഉണ്ടാവില്ല. അതായത് AI ഉപയോഗിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. 60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്ക്. ഈ AI ഉപയോഗിച്ചാൽ അതെ, അതിനെനിക്ക് തോന്നുന്നു AI ഉപയോഗിച്ച് പുതിയ തൊഴിലുകൾ ഉണ്ടായാൽ പോലും 60% ആളുടെ നിലവിലുള്ള തൊഴിൽ നഷ്ടപ്പെടും. പക്ഷേ എനിക്കൊന്ന് അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർ വാങ്ങൽ ശേഷി ഉണ്ടാവില്ല, അപ്പോൾ മാന്ദ്യം വരും. പക്ഷേ അതിൻ്റെ അത്ര ചെറിയൊരു പ്രശ്നം, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഇപ്പം തൊഴിലൊക്കെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴും 100 കോടിയോളം ആൾക്കാരുടെ കയ്യിൽ വാങ്ങൽ ശേഷി ഇല്ല എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അല്ല, അവർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് തൊഴിലില്ലല്ലോ, ഇല്ല, തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ തൊഴിലില്ലായ്മ പ്രതിസന്ധിയും പ്രശ്നങ്ങളും രൂപപ്പെട്ട് വരും. അപ്പോൾ ഈ AI കൂടി വരുമ്പോൾ ഈ 60% കൂടി പുറമേ വന്നാൽ അവിടെ ശക്തിയായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും വരും. അത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ ഉടമസ്ഥതയിലേക്കുള്ള ഉൽപ്പാദനോപാധികളുടെ പ്രശ്നത്തിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ഉൽപ്പാദനോപാധികൾ സാമൂഹ്യ ഉടമസ്ഥതയിലാവുന്നതിലേക്ക് എത്തും, കാര്യങ്ങൾ നീക്കും. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം. എനിക്കൊന്നും അതിനെ നമുക്ക് 3 പോയിന്റുകളിൽ നിർത്താൻ തോന്നും അല്ലേ? അതായത് ഒന്ന് കൃത്യമായിട്ട് അല്ല, അതവിടെ നിർത്താം. ചോദ്യം ഉണ്ടെങ്കിൽ പറയട്ടെ. ഇനി ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം എടുക്കാം. ഗുഡ് മോർണിംഗ് മാഷേ. എൻ്റെ പേര് ഷാനവാസ്, വട്ടിയൂർക്കാവിൽ നിന്നാണ്. ഇപ്പോൾ കേരളത്തിലാകെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ സ്റ്റാറ്റസ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് 3.0 ലോഡിംഗ് എന്നാണ്. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരും എന്നൊരു സ്റ്റാറ്റസാണ് ഈ കേരളത്തിലാകെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്തരത്തിലൊരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് വളരെ വ്യക്തമായ ഉത്തരം. ഏതായാലും നിങ്ങൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചുകൊണ്ട് നന്നായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്
മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല, ഒന്നാമത്തെ അതിലാൾ ശശി തരൂരാണ്. രണ്ടാമത്തെ ആൾ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മൂന്നാമത്തെ ആളുകൾ കോൺഗ്രസ്സുകാരാണ്. അവർ ഇപ്പോഴേ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്നതിൻ്റെ ഉത്കണ്ഠയിലാണ് ആളുകളുള്ളത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നോ ഭരണപക്ഷത്തിരിക്കുന്നോ എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ചുമതല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി 2 മാർഗ്ഗമാണ്. ഒന്ന്, സ്വയം സംരംഭകരെ സജീവമാക്കുക. ഞാൻ കൂടി മന്ത്രിയായിരുന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവേയും അതിൻ്റെ ഒപ്പം തന്നെ ഈ തൊഴിൽ എൻ്റെ ഒരു അവകാശമാണ് എന്നാൽ നിങ്ങൾ എത്ര ആളുകൾ കേട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. തൊഴിൽ എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സർവേ ഒക്കെ നടന്നത്. 1,00,000 സംരംഭകരെ ഞങ്ങൾ കണ്ടെത്തുമെന്നാണ് അന്ന് കണ്ടിരുന്നത്. ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി അതിന് മുമ്പ് ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ആ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. ഒരാളും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, ഓരോരുത്തരും ഈ പറയുന്ന സംരംഭ പ്രവർത്തനവുമായിട്ട് വരുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി ഉൾപ്പെടെ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുക എന്നുള്ള ഗവേഷണമാണ് നടത്തിയിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം എങ്ങനെ നടത്താതിരിക്കണം, എങ്ങനെ അനുവദിക്കാതിരിക്കണം, ഇതായിരുന്നു ഗവേഷണം. ആ ഗവേഷണം അവസാനിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തൊഴിൽ കൊടുക്കേണ്ട ആളുകളായിട്ട് പ്രവർത്തിക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന തൊഴിൽ കൊടുക്കണം, ഇത്ര 1000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ഓരോരുത്തരോടും പറഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ സംരംഭ പ്രവർത്തനത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ, മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓശാനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പ്ലാൻ ചെയ്തു. അന്നേ പ്ലാൻ ചെയ്ത് തന്നെയാണിത്. നമുക്കിപ്പോഴും ഇവിടെ രാജീവൻ പറയുന്ന പോലെ എത്ര മിനിറ്റുകൾ കൊണ്ട് അവർക്ക് വ്യവസായം തുടങ്ങാനുള്ള, സംരംഭം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കാൻ പരിപക്വമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത് എത്രയാ? ഒന്നാമത്തെ പ്രാവശ്യം 1,30,000 രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം അത് ഏതാണ്ട് 2 ലക്ഷത്തിലധികമായി. ഇപ്പോൾ നോക്കുമ്പോൾ 3 ലക്ഷത്തിലതിൻ്റെ അടുത്ത് വരികയാണ് സംരംഭ പ്രവർത്തനം രജിസ്ട്രേഷൻ. അതിൽ 10-30% ചത്തുപോകും. ചത്തുപോകില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട, പോകും. ഒരു 30% പോയാലും ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഉണ്ടാവും. ആ 2 ലക്ഷം സംരംഭകർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2-3 ആൾക്ക് ജോലി കിട്ടിയാൽ ഒരു 6 ലക്ഷം 7 ലക്ഷം ആൾക്ക് ജോലിയായി, സ്വയം സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ജോലിയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വരുമാനം കൂടി, വാങ്ങൽ ശേഷി കൂടി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോഴും അടുത്ത 5 കൊല്ലം കൂടി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ പാർട്ടി 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ അകത്ത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്താണ് എന്നതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഭരണത്തിൽ കയറുക എന്നുള്ളതല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്. നവകേരളത്തിൻ്റെ പുതുവഴികൾ അത് ചർച്ച ചെയ്യാൻ പോവാം. അത് ചർച്ച ചെയ്ത് ഞങ്ങൾ AI ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ചൂഷണരഹിതമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കേരളം ലോകത്തിന് മാതൃകയായി ഈ കേരളത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് ഞങ്ങൾ ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറി ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ്. ലോകോത്തരമായ ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും ആദ്യത്തെ തുടക്കം കേരളമായിരിക്കും. IT-യുടെ കാലത്ത് നമ്മൾ തന്നെയാണ്. എല്ലാ മേഖലയിലും നമ്മൾ വരാൻ പോവാണ്. അതുകൊണ്ട് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ളവരുടെ മാത്രം നോക്കിപ്പോയാൽ അപ്പോഴേക്ക് ഓരോ കൊല്ലവും പുതിയ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അഭ്യസ്തരായ യുവാക്കൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അവർക്ക് അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഒരു തുടർ പ്രക്രിയയാണിത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിക്കുന്നതല്ല. നമുക്ക് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കാരണം ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള വിജ്ഞാന സമൂഹം ഇവിടെയാണുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, ലോകത്ത് തന്നെ ഉപയോഗിക്കാനുള്ള വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ കേരളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ 15,000-ഓളം സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 15,000 സ്റ്റാർട്ടപ്പുകൾ
അതിൻ്റെ ഭാഗമായിട്ടുള്ള മനസ്സിലായി ഇതെല്ലാം DYFI ഇങ്ങനെയുള്ള ഒരു മുൻകൈ എടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. അവരോട് ഞങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുക കൂടിയാണ്. ഇതെല്ലാം പരസ്പര പൂരകമായതാണ്. നമുക്കെങ്ങനെയാണ് ഇതിനെയെല്ലാം പൂർണ്ണമായിട്ട് ഇതിൻ്റെ ആശയതലമുണ്ട്, ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ ഉൾപ്പെടെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉൾപ്പെടെ നമുക്ക് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നമുക്കൊരു സംശയമില്ല, ഒരു തുടർ ഗവൺമെൻറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഈ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ കൂടുതൽ വേഗതയിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനാണ് നമ്മൾ പിന്നെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുക, നല്ലതുപോലെ കുറക്കാൻ കഴിയുക. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. താങ്ക് യു. എനിക്ക് തോന്നുന്നു മാഷെ വളരെ വിശദമായ രീതിയിൽ തന്നെ ഹാപ്പിനെസ്സിലേക്കുള്ള ആദ്യത്തെ പടിയായി തുടങ്ങിയ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുശേഷം തുടങ്ങിയിരിക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സെറ്റ് ചെയ്തത്, തുടർന്ന് ഇപ്പോൾ പുതിയ രീതിയിലുള്ള തൊഴിലുകളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്, അതിനായി നടത്തിയ സർവേയിൽ കണ്ടെത്തിയ 16,000-ഓളം ആൾക്കാർ, അതിൽ നിന്നെത്തിയ 3,000-ഓളം ആൾക്കാർ, ഇനി എത്താൻ സാധ്യതയുള്ള 6,000, അതിൽ നിന്നും തൊഴിൽ കൊടുത്ത 941-ഓളം ആൾക്കാർ, തളിപ്പറമ്പിൽ തുടങ്ങാൻ പോകുന്ന ഇന്നോവേഷൻ ഹബ്ബ്. പക്ഷേ എനിക്കൊന്നും അവിടെ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട്, ഒരുപക്ഷെ ഈ തളിപ്പറമ്പിൽ തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഇന്നോവേഷൻ ഹബിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണോ ഈ യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ മാഷ് നടത്തുന്നത്? അതുകൂടി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം യൂത്ത് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് വളരെ വേഗം സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പരിപാടി ഞങ്ങൾക്ക് തളിപ്പറമ്പിൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നിങ്ങളെ കൂടി പരിഗണിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുക. സ്റ്റാർട്ടപ്പുകൾക്ക് സ്വാഗതമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്കൊരു വിഷയം, എനിക്കറിയാം സമയമായി, എന്നാൽ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ തൊഴിൽ ഒരുപാട് ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ഉൾപ്പെടെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പലതിനും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്നത് കേരളമാണെന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ വർക്ക് നിയർ ഹോം സെറ്റപ്പുകൾ നമ്മൾ തുടങ്ങാൻ സർക്കാർ താല്പര്യപ്പെട്ടിട്ടുണ്ട്. തലപ്പറമ്പിലും എനിക്ക് തോന്നുന്നു ഒരു മൂവ്മെന്റ് ഉണ്ട്. എന്താ അതിൻ്റെ ഒരു ആശയം? അതും കൂടെ ഒന്ന് പറഞ്ഞു വെച്ചാൽ. തൻ്റെ സ്വന്തം പ്രദേശത്ത് തന്നെ കൂട്ടായിട്ട് കുറച്ച് ആളുകൾ കൂടി ജോലി ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കേരളം അത് പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിലും ആ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വർക്ക് നിയർ ഹോം തളിപ്പറമ്പിലും ഉണ്ട്. വർക്ക് നിയർ ഹോം, യെസ്. ശരി. അപ്പോൾ ജോബ് സ്റ്റേഷനുകളും വർക്ക് നിയർ ഹോമും അതുപോലെ തന്നെ ടെക്നോ ജോബ് ഫെയറുകളും മെഗാ ജോബ് ഫെയറുകളും ഒക്കെ അടങ്ങുന്ന ഇന്നോവേഷൻ ഹബ്ബ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നോളജ് മൂവ്മെന്റ് ആണ് തളിപ്പറമ്പിൽ നടക്കുന്നത്. ആ തളിപ്പറമ്പിലെ വൈജ്ഞാനിക കേരളത്തിന്റെ തളിപ്പറമ്പ് മാതൃകയെക്കുറിച്ചാണ് കഴിഞ്ഞ 1 മണിക്കൂറുമായിട്ട് മാഷ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. മാഷ് എന്തായാലും വളരെ ഇന്ററാക്റ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്.